അണ്ടർ 19 വരുന്ന കുറച്ച് പെൺപുലികളുണ്ട് കേട്ടോ. അപ്പോൾ അവരെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാനിവിടെ എടുക്കുന്നത്. 7 ഹീറോസ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ചേർത്തലയുടെ അഭിമാനമായിട്ടുള്ള ഒരു കബഡി ടീമിനെ, കുറേ കുട്ടികളെ വാർത്തെടുത്ത തലമുറയെ തന്നെ വാർത്തെടുത്തോണ്ടിരിക്കുന്ന വലിയൊരു 7 ഹീറോസ് എന്ന് പറയുന്ന ടീമുണ്ട്. ആ ടീമാണ് ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന നമ്മുടെ ഇതിൻ്റെ കോച്ചും അതുപോലെ തന്നെ സഹപ്രവർത്തകരൊക്കെ ഉണ്ട്. ഈ കോച്ച് എന്ന് പറയുന്നതുണ്ടല്ലോ, അതായത് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി കളിച്ച ഒമർ ഷെരീഫ് എന്ന് പറയുന്ന സാറാണ് ഇവരുടെ ഫസ്റ്റ് കോച്ചായിട്ട് ചുക്കാൻ പിടിച്ച് നിൽക്കുന്നത്. അപ്പം നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടാവേ. നമസ്കാരം. സാറേ, അപ്പം നമ്മുടെ ഇതിന്റെ പ്രധാനപ്പെട്ട കോച്ചാണ് നിൽക്കുന്നത്. എങ്ങനെയുണ്ട് നമ്മുടെ പിള്ളേരെങ്ങനെയുണ്ട്? നല്ല അടിപൊളി പിള്ളേരാണ്, സൂപ്പർ പിള്ളേർ, പൊളിയാണല്ലേ? നല്ല ഡിഫൻസ്. 7 ഹീറോസ് എന്ന് പറയുന്ന ക്ലബ്ബ് ഏകദേശം 50 വർഷം പിന്നിട്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട്. ഇത് 7 ഹീറോസ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് മധുമാമനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. തീർച്ചയായും. കാരണം ഈ കബഡി കൊണ്ടുവന്നത് ഞങ്ങളുടെ മധുമാമനാണ്. അതിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് തുടർന്ന് വരുമ്പോൾ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ഇതിൻ്റെ പുറകിൽ പിന്നെ ഒരുപാട് നേവി താരങ്ങളും ആർമി താരങ്ങളും ഒരുപാട് പേര് ഇതുമായിട്ട് ജോലിയുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്കൊരു കബഡി മാറ്റ് സ്വന്തമായിട്ട് വേണമെന്ന് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ട് ഞങ്ങൾക്കിപ്പോൾ അപ്രൂവ് ആയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഞങ്ങൾക്കിപ്പോൾ നിലവിൽ തന്നിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ കബഡി മാറ്റ് ഞങ്ങൾ കോട്ടയത്ത് നിന്ന് വാടകയ്ക്ക് എടുത്തിട്ടാണ് നമ്മൾ ഈ ട്രെയിനിങ് വരെ ഇത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സർക്കാരിനോട് ഞങ്ങൾ ഇതൊരു സർക്കാർ ഇന്ന് കാണുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു കബഡി മാറ്റ് അത്യാവശ്യമായിട്ട് തന്ന് സഹായിക്കണമെന്ന് ഒരു വിനീതമായ ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. മന്ത്രി വഴി നമ്മൾ നോക്കുന്നുണ്ട്, പി പ്രസാദ് വഴി മന്ത്രി നമ്മൾ നോക്കുന്നുണ്ട്. അതായത് ഈ 7 ഹീറോസിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു ചേർത്തലയല്ല, അത്യാവശ്യം കേരളത്തിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ക്ലബ്ബാണ്. പക്ഷെ അവർക്ക് ഒത്തിരി പരിമിതികളിൽ നിന്നുകൊണ്ടാണ് അവർ ഈ ഒരു നമ്മുടെ ഈ കുട്ടികളെയൊക്കെ ഇങ്ങനെ റെഡിയായിക്കൊണ്ടിരിക്കുന്നത്. അവരിങ്ങനെ പല സ്ഥലങ്ങളിൽ കോച്ചിങ്ങും അതുപോലെ തന്നെ ട്രെയിനിങ്ങും ഒക്കെ കൊടുത്തോണ്ടാണ് ഇവർ റെഡിയായിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സ്കൂളിലാണെങ്കിലും അതിന് വേണ്ട ഒരു സൗകര്യങ്ങളൊന്നും നിലവിലില്ല. നമ്മൾ ബോയ്സ് ഹൈസ്കൂളിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. ബോയ്സിലാണ്, നമ്മുടെ ഗ്രൗണ്ട് അവിടെ ആയിരുന്നു. അതെ, എനിക്കത് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം അത്രയ്ക്ക് പരിമിതികളിൽ നിന്നാണ് ഇവർ ഈ കുട്ടികളെ പലരും, എനിക്കൊന്ന് നമ്മുടെ പല മേഖലയിലും ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. അതെ, പല മേഖലകളിലും ജോലി ലഭിച്ച ആളുകളെ വരെ. പുതിയൊരു ടൂർണമെന്റിന്റെ തയ്യാറെടുപ്പിലാണ് ഇവർ. അതിന്റെ തിരക്കിലാണ് നമ്മൾ ചെന്നത്. എന്തായാലും അടുത്തൊരു വീഡിയോ ഇവരുടെ കൂടുതൽ വിശേഷങ്ങളൊക്കെ പങ്കുവച്ച് നമുക്ക് ചെയ്യാം. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരും സൈനിങ് ഔട്ട്, മൻസൂർ മുഹമ്മദ്.